സസ്യശാസ്ത്രം അഥവാ ബോട്ടണി നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വലിയ ഒരു പഠന തൊഴിൽ സാധ്യതകൾ തന്നെയുണ്ട്. ബോട്ടണി അഥവാ സസ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് കടലിനടിയിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, കടൽ ജലത്തിന് മുകളിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, ഭൂമിയിൽ കരഭൂമിയിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, മരുഭൂമികളിൽ വളരുന്ന സസ്യങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ മേഖലകളിൽ സസ്യലതാദികളുടെ വലിയൊരു വൈവിധ്യം നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പും കാലാവസ്ഥയുടെ നിലനിൽപ്പും ഒക്കെയായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു പഠന മേഖലയെ, അതായത് സസ്യങ്ങളുടെ വളർച്ചയും അതിൻ്റെ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട പഠന മേഖലയെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല. മനുഷ്യരുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല സസ്യലതാദികളെ നമ്മൾ ആശ്രയിക്കുന്നത്. ഭക്ഷണം വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ഭക്ഷണം ആവശ്യമുണ്ട്. മാംസഭുക്കുകളായിട്ടുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പോലും സസ്യഭുക്കുകളായിട്ടുള്ള ജീവികളുടെ നിലനിൽപ്പുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സസ്യലതാദികളുടെ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവയുടെ വ്യാവസായികമായ ഉൽപ്പാദനവും സംരക്ഷണവും അതിനു അപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ പ്രിസർവേഷനും ഒക്കെയായി ബന്ധപ്പെട്ട മറ്റു മേഖലകൾ, ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളിലേക്കുള്ള യാത്രകളിലൊക്കെ സസ്യ പഠനശാസ്ത്രത്തിന് വളരെ സാധ്യതകളുണ്ട്. ഔഷധ നിർമ്മാണ രംഗത്ത് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ബോട്ടണി നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം അടക്കമുള്ള വ്യാവസായിക ആവശ്യങ്ങൾ, ഗൃഹനിർമ്മാണ രംഗത്ത്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പേപ്പർ നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട് അച്ചടി മാധ്യമ രംഗത്ത് ഒക്കെ നമുക്ക് സസ്യങ്ങളുടെ ഒഴിവാക്കാനാവാത്തൊരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിലുള്ള തൊഴിൽ സാധ്യതകളും വളരെ വിപുലമാണ്. പാലിയോ ബോട്ടണിയും അതുപോലെ തന്നെ നശിച്ചുപോയ ഏതെങ്കിലുമൊക്കെ ക്രൈം സീനുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഫോറൻസിക് മേഖലയിലുമൊക്കെ ബോട്ടണിയുടെ ആപ്ലിക്കേഷൻസ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള തൊഴിൽ സാധ്യതകളെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വനസംരക്ഷണ രംഗത്തുമൊക്കെ ഒരു നിശ്ചിത ശതമാനം വനമേഖല എല്ലാ രാജ്യത്തിനും നിലനിന്നിരിക്കണം എന്നുള്ളത് ഈ കാലാവസ്ഥ ചൂടുകൂടാതെയുള്ള കാലാവസ്ഥ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്, അല്ലെങ്കിൽ കൂടുതൽ മോശമാകാതെ അതിനെ നിലനിർത്തി പോകുന്നതിന്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വല്ലാത്ത സ്വാധീനം നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കാനൊക്കെ നമുക്ക് സസ്യശാസ്ത്രത്തിൻ്റെ സ്വാധീനം, അതിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ അനിവാര്യമായൊരു ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ആ മേഖലയിൽ പഠിക്കുന്നതിന് നമുക്ക് നിരവധി സാധ്യതകളുണ്ട്. സാധാരണയായി ബോട്ടണിയെ തന്നെ പല മേഖലകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിച്ച് ഉപരിപഠന സാധ്യതകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ബോട്ടണിയുടെ ഭാഗമായി സസ്യലതാദികളുടെ ഓൾട്ടറേഷനുമായിട്ട് അതിൻ്റെ ഒരു ജനറ്റിക് മേക്കപ്പ് മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഹൈബ്രീഡിംഗ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ മേഖലകളെല്ലാം ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ട് ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള ഏതൊരു കുട്ടിക്കും ബോട്ടണിയിൽ ഡിഗ്രി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ബോട്ടണി ഡിഗ്രി പാസ്സായതിനു ശേഷം ബയോ ഇൻഫോർമാറ്റിക്സും അതുപോലെ തന്നെ പാലിയോ ബോട്ടണിയും എത്തനോ ബോട്ടണിയും അടക്കമുള്ള നിരവധി മേഖലകളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നതിനുള്ള അവസരങ്ങൾ ഉപരിപഠന സാധ്യതകളിൽ നമുക്ക് ലഭ്യമാണ്. വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. കമ്പ്യൂട്ടേഷണൽ ബയോളജി പോലുള്ള ഒരു ജനറ്റിക് ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് വരികയും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മാറ്റങ്ങളെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷനെ കൂടുതൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ബോട്ടണിയുടെയും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പഠന മേഖലയിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ്റെയും കൂടെ ഒരു ബ്ലെൻഡഡ് ഫോമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ, റിസർച്ച് സെക്ടേഴ്സിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു മേഖല വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ക്രൈം സീനുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോറൻസിക് ഓഫീസർ എന്ന നിലയിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരാം. പലപ്പോഴും നമുക്കറിയാം ആൽഗകളും മറ്റുമൊക്കെ കുളങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ ഉണ്ടാകും.
അവയൊക്കെ ഒരു ക്രൈം സീനിൽ നിന്ന് ശേഖരിക്കാറുണ്ട്. കുപ്പിയിലാക്കി ശേഖരിച്ച് അത് പിന്നീട് ടെസ്റ്റ് ചെയ്ത് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്ന സ്രവങ്ങൾ അല്ലെങ്കിൽ ദ്രവങ്ങൾ, വാട്ടർ കണ്ടൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൽഗയുടെ സ്വാധീനം കണ്ടെത്തി കഴിഞ്ഞാൽ അത് മരണവുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിൽ വലിയൊരു റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറ്റാന്വേഷണ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ബോട്ടണിയിൽ ധാരാളം സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷനും അതിൻ്റെ പ്രിസർവേഷനും കൂടുതൽ മികവുറ്റ രീതിയിലുള്ള സസ്യലതാദികളുടെ വളരെ വേഗത്തിലുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട ഫ്ലോറികൾച്ചർ പോലുള്ള മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒരു ബേസിക് ആയിട്ടുള്ള അറിവ്, ഒരു ബേസിക് സയൻസ് പ്രോഗ്രാം എന്ന രീതിയിൽ ഇവിടെ മികച്ച സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമുക്കറിയാം വലിയ വലിയ ഇൻഡസ്ട്രി സോണുകൾ ഉണ്ടാകാം. ആ ഇൻഡസ്ട്രി സോണിൻ്റെ ചുറ്റിലുമുള്ള ഒരു ബഫർ സോൺ എന്ന രീതിയിൽ ഒരു ഗ്രീൻ ബെൽറ്റ് എപ്പോഴും നിർമ്മിക്കാറുണ്ട്. പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ എയർ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നതിനുമൊക്കെയായി ഇത്തരത്തിലുള്ള നിർബന്ധിതമായിട്ടുള്ള ചില നിയമ വശങ്ങളുടെ പിന്തുണയോടെ ചെയ്തിരിക്കേണ്ട ചില ജോലികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീൻ ബെൽറ്റുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അത് പരിപാലിക്കുകയും അതിനെ പ്രോപ്പറായിട്ട് പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേഖലയുണ്ടാകും. ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ബോട്ടണി സഹായകരമായ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റിലുമുള്ള എനി ഡിഗ്രി എന്ന് പറയുന്ന എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ബോട്ടണിയിൽ ഡിഗ്രി എടുത്തൊരു കുട്ടിക്ക് പോകാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. സിവിൽ സർവീസ് പോലെ എനി ഡിഗ്രിക്കാർക്ക് പോകാൻ കഴിയുന്ന മേഖലയിൽ ഫോറസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ബോട്ടണി പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾക്ക് മാത്രം പോകാൻ കഴിയുന്നൊരു മേഖലയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അറ്റ് എ ടൈം സിവിൽ സർവീസിൻ്റെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെയും പ്രിലിമിനറിക്ക് ഒറ്റ പ്രിപ്പറേഷൻ മതി. കാരണം രണ്ടിനും കൂടെ ഒറ്റ പ്രിലിമിനറിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഓൾ ഇന്ത്യ സർവീസിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അത്തരമൊരു മേഖല ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫാം മാനേജറായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാനേജ്മെൻറ്റ് മേഖലയിലും ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള വിത്തിനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നതിന് നമുക്ക് സാധിക്കും. ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ജലം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന പുതിയ പുതിയ രീതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അത്തരത്തിലുള്ള രീതികളൊക്കെ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ പോലെയുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ബോട്ടണി വികസിപ്പിച്ചെടുത്തിട്ടുള്ള മികച്ച സാധ്യതകളാണ് അവിടെയും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ബോട്ടണി എന്ന വിശാലമായൊരു പഠന മേഖലയെ സസ്യലതാദികളില്ലാതെ, നമുക്കറിയാം ഇന്ന് ഭൂമി വളരെ കുറവാണ്, അപ്പോൾ വളരെ ചുരുങ്ങിയ ഏരിയയിൽ കൂടുതൽ ഈൽഡിങ് കിട്ടുന്ന തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അത്തരത്തിലുള്ള മേഖലകളിൽ ഒരു തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മികച്ച സാധ്യതകളാണ് ഈ ഒരു സെക്ടർ നമുക്ക് സമ്മാനിക്കുക. ബൊട്ടാണിക്കൽ ഗാർഡൻ പോലുള്ള മേഖലകളിലൊക്കെ ഒരു ഗാർഡൻ ക്യൂറേറ്റർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നതിനും മനോഹരമായും കൃത്യമായിട്ടും ആ ചെടികളെ പരിപാലിക്കുകയും അതിനെ ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗസുകളോ ഈസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ പരിചരിക്കുന്നതിന്, വളം കൃത്യമായിട്ട് നൽകുന്നതിന്, അതിൻ്റെ വളർച്ച പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗവേഷണ മേഖലകളിൽ നമുക്കറിയാം പലതരത്തിലുള്ള കീടങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാകാം. അങ്ങനെയുള്ള കീടങ്ങളെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധം സാധ്യമാവുക തുടങ്ങിയ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ധാരാളം ആൾക്കാരെ ആവശ്യമുണ്ട്. കാരണം വരും കാലഘട്ടത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സെക്ടർ തന്നെയാണ് കാർഷിക മേഖല, വനവിഭവ മേഖല ഒക്കെ തന്നെ. വനവിഭവങ്ങൾ ഒക്കെ ധാരാളമുണ്ട്. ആ വനവിഭവങ്ങളെ ശേഖരിച്ച് വന്യതയുടെ സ്വാഭാവികത നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെ വനത്തെ ചൂഷണം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയും അത് നിലവിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിനും ബൊട്ടാണിസ്റ്റുകൾക്ക് വലിയ ഒരു റോള് പ്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റിലുമുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള നിരവധി സാധ്യതകളെ
ലാബിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലാബ് അസിസ്റ്റൻറ്റ്, ലാബ് ടെക്നീഷ്യൻ പോലുള്ള മേഖലകളിൽ, കാർഷിക മേഖലയിൽ നൂതനമായ പ്രവണതകൾ ആവിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിത്തിനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന തരത്തിൽ കൂടുതൽ വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ അത് ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ബോട്ടണിയുടെ വിപുലമായ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. കളകൾ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഒരു നിരന്തര ഉപദ്രവമായിരിക്കുന്ന പലതരത്തിലുള്ള കളകളെ ശേഖരിച്ച് വാല്യൂ ആഡഡ് പ്രോജക്റ്റുകളാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ പായലും കുളവാഴയും അടക്കമുള്ള പല പല ഉപദ്രവകാരികളായിട്ടുള്ള സസ്യലതാദികളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് പാറ്റൻറ്റുകളൊക്കെ ലഭിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്, എത്രയോ അധ്യാപകർ നമ്മുടെ ഇടയിലുണ്ട്. ഗവേഷണ മേഖലയിൽ കേരളത്തിൽ തന്നെ നിരവധി സർവകലാശാലകളിലും കോളേജുകളിലും നിന്ന് കണ്ടെത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പുതിയ പുതിയ സസ്യങ്ങളുടെ ഒരു വലിയ വിപുലമായ ശേഖരം, നമ്മുടെ സഹ്യാദ്രി നിലകളിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള സസ്യലതാദികളുടെ പുതിയ പുതിയ സ്പീഷീസുകളെ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പഠന മേഖലയുടെ വലിയ തോതിലുള്ള ഉപയോഗപ്പെടുത്തൽ കൊണ്ടാണ്. തീർച്ചയായിട്ടും ബോട്ടണി എന്ന പഠന മേഖല നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്നത് ഭാവിയുടെ മികച്ച തൊഴിൽ സാധ്യതകൾ തന്നെയാണ്. ഇക്കോ ഫ്രണ്ട്ലി ആയി ഈ കാലാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ബൊട്ടാണിസ്റ്റുകൾക്ക് വലിയ ഒരു റോൾ പ്ലേ ചെയ്യാൻ കഴിയും എന്ന് തീർച്ചയാണ്.